ഈ വലിയ വഴുതിനങ്ങ നിങ്ങൾ വാങ്ങാറുണ്ടോ? ഇതിനെക്കൊണ്ട് എന്താണ് ഉണ്ടാക്കാറ്? ഇതിനെക്കൊണ്ട് സാമ്പാറല്ല, ഇതിനെക്കൊണ്ട് ബൈഗൻ ഭർത്ത എന്നുള്ള ഒരു കറി, നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കൂട്ടുന്നൊരു കറിയാണ് ഇതിനെക്കൊണ്ട് ഉണ്ടാക്കേണ്ടത്. വളരെ ടേസ്റ്റാണ്. അതിന് വേണ്ടി ആദ്യമായിട്ട് ഇതിനെ 4 ഭാഗങ്ങളാക്കി ഇങ്ങനെ ചീന്തിയെടുക്കുക. അടിഭാഗം സെപ്പറേറ്റ് ആക്കരുത്. ഇങ്ങനെ കണ്ടോ, ഈ 4 ഭാഗം ഇങ്ങനെ ഒരുപാട് ആഴത്തിലും പോകണ്ട. ഒരു ഓരോന്നിലും 2 എണ്ണം വീതം ഇങ്ങനെ അമർത്തി വെക്കേണ്ട വിധത്തിൽ വെളുത്തുള്ളി എടുത്ത് വെക്കണം. അതായത് വെളുത്തുള്ളി ചുടുകയും വേണം, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെന്ത് കിട്ടണം. അതിനാണ് ഇതിനിങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കുന്നത്. കണ്ടോ, ഇതിപ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കി വെച്ച് അതെവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 തക്കാളി, അതും ചുട്ടെടുക്കണം. അതിനാണ് ഒന്നിങ്ങനെ ഓയിൽ പുരട്ടി വയ്ക്കുക. ഒരു 5 പച്ചമുളക്, മൊത്തം 4 എണ്ണത്തിനും കൂടി 8-10 വെളുത്തുള്ളി. അത് വലിയതായതുകൊണ്ട് ഞാൻ പകുതിയാക്കിയിട്ടാണ് വെളുത്തുള്ളി മുറിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ മുഴുവനോട് തന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ അതിങ്ങനെ തുറന്ന് നിൽക്കണം, എങ്കിലേ ഇത് വെന്ത് കിട്ടും. ഇതേപോലുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള നമ്മുടെ ചപ്പാത്തി ചുടുന്ന അതുപോലത്തെ ഏതിലും ഒന്നിൽ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ചുട്ടെടുക്കണം. ഇതിങ്ങനെ കുത്തിപ്പിടിച്ചാലേ അടിഭാഗം വെന്ത് കിട്ടും. അപ്പോഴത് ഏകദേശം ഒരു പകുതി വേവാകുന്നത് വരെ അങ്ങനെ ചെയ്തതിന് ശേഷം മാറ്റി അതിലേക്ക് തന്നെ നമ്മൾ ഈ പച്ചമുളക്, എണ്ണ പുരട്ടി വെച്ച പച്ചമുളകും ഇതേപോലെ പ്രസ് ചെയ്ത് അതിലേക്ക് വയ്ക്കുക. പറ്റുന്ന പോലെ വെച്ചാൽ മതി. ഒന്നാമത് പച്ചമുളക് അല്ലാണ്ടും ചുടാം, പക്ഷേങ്കിൽ അത് ഉൾഭാഗം വെന്ത് കിട്ടണം. ചുട്ട് നല്ലോണം വെന്ത് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അല്ല ഇങ്ങനെ പറ്റുന്നില്ലെങ്കിൽ വെളുത്തുള്ളി മാത്രം വച്ച് പച്ചമുളക് വെക്കാതെ ആ പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചുട്ടെടുക്കാം. കണ്ടോ, ഇതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇത് ചുട്ടിട്ടെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റാണ്. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ വെറും വഴുതനങ്ങ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ഈ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് വീണതും അല്ലാത്തതുമായ പച്ചമുളക് ഇങ്ങനെ ബാക്കി നമുക്ക് അതിൽ തന്നെ വെച്ച് ചുട്ടെടുക്കാം. അങ്ങനെ അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എണ്ണ പുരട്ടി വെച്ച് തക്കാളി, 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ തന്നെ തിരിച്ചും മറിച്ച് അതിൻ്റെ തോല് ഇളകി വരുന്നത് വരെ അതും ഒന്ന് ചുട്ടെടുക്കാം. പിന്നെ വേണ്ടുന്നത് ഒരു മീഡിയം സൈസ് സവോള അല്ലെങ്കിൽ വെല്ലുള്ളി, അത് ഇതേപോലെ ചെറുതായി മുറിച്ച് വയ്ക്കുക. പിന്നീട് ഇത്രയും സാധനങ്ങളെ നമുക്ക് വേണ്ടു. ഇനി ഈ ചുട്ട് വെച്ച വഴുതിനങ്ങ ഒരുവിധം തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തോല് എടുത്ത് കളയാം. അത് ഇതേപോലെ ചുട്ട് വരുമ്പോൾ അത് മേൽഭാഗം മുഴുവനായിട്ടിങ്ങനെ പൊളിഞ്ഞു വരും. അഥവാ ഇനി അല്പം വെന്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മളിനി വേവിക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിങ്ങനെ ചെറുതായി മുറിച്ച് മാറ്റി വയ്ക്കും. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാര്യമല്ല കേട്ടോ. അതൊന്നിങ്ങനെ ചുടേണ്ട ഒരു ബുദ്ധിമുട്ടേ നിങ്ങൾക്ക് തോന്നും. പിന്നീട് ആ ചുട്ട പച്ചമുളകും 2-3 കഷ്ണങ്ങളാക്കി വഴുതിനങ്ങയിൽ തന്നെ ഇടാം. വെളുത്തുള്ളി ചതക്കുകയൊന്നും വേണ്ട. ഇതൊക്കെ ആ കനലിൽ ചുട്ടിട്ടുള്ളൊരു ടേസ്റ്റ്, അതാണ് ഈ വഴുതിനങ്ങ ഭർത്ത, ബൈഗൻ ഭർത്തയുടെ ടേസ്റ്റ് വരുന്നത്. അത് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. നമ്മൾ വഴുതിനങ്ങ വേവിച്ചുടച്ച് ആക്കിയാലൊന്നും ഇത്തരം ടേസ്റ്റ് കിട്ടില്ല. അങ്ങനെ തക്കാളിയുടെ പുറത്തെ തോലും കളഞ്ഞതിന് ശേഷം ഒരു മാഷർ ഉപയോഗിച്ച് നന്നായി മാഷ് ചെയ്തെടുക്കണം. ഇതിനെ കൊണ്ടാകുമ്പോൾ നമുക്ക് തെറിച്ചൊന്നും പോകാതെ പറ്റും. അതേപോലെ തന്നെ വഴുതിനങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി തന്നെ മാഷ് ചെയ്ത് വെക്കാം. അതൊന്നും മാഷ് ആവില്ല, പക്ഷേ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി വെന്ത് വരുമ്പോൾ. വഴുതിനങ്ങ മാത്രം നന്നായി മാഷ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ വഴുതിനങ്ങയും തക്കാളിയും മാഷ് ചെയ്ത് വെച്ചു. ഇനി ഒരു പാത്രത്തിൽ അല്പം എണ്ണ ഒഴിച്ച് ആവശ്യമായ ഉപ്പും ഒരല്പം ജീരകവും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ ജീരകം ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ളിയിട്ട് ഒരു ഇളം ബ്രൗൺ ആകുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമ്മൾ ഉടച്ചു വെച്ച തക്കാളിയും ഒരല്പം ചുവന്ന മുളക്, പച്ച കൊത്തമല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതും ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. അതിൻ്റെ വെള്ളം വറ്റുന്നവരെ വഴറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്, ഞാൻ ആഫ്രിക്കൻ മല്ലി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നേരത്തെ ഇട്ടത്. അതൊന്ന് അല്പം വേവണം, അല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ടാൽ മതി മല്ലിച്ചപ്പ്. ഇനി ഈ ഭർത്ത അടിച്ചു വെച്ച ബൈഗണും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരല്പം ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് അതിൻ്റെ രുചി ഇളകേണ്ടതുകൊണ്ട് ഒരല്പം വെള്ളം ചേർത്ത് തിളപ്പിച്ച് അതിൻ്റെ ഉപ്പ്, എരിവ് എല്ലാം നോക്കി നല്ല കട്ടിയുള്ള പാകത്തിലാകുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ബൈഗൻ ഭർത്ത റെഡി ആയിട്ടുണ്ട്. കൂടെ 2 ചപ്പാത്തിയും കറിയും, പിന്നെ നിങ്ങൾക്ക് ഒരല്പം വിറ്റാമിനും പ്രോട്ടീനും ഒക്കെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ
ഒരല്പം കൂടി വയറ് നിറയണമെന്നുണ്ടെങ്കിലും ഒരു മുട്ടയുടെ ഡബിൾ റോസ്റ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്.